മകൾ, ഞാൻ ഒരു നോക്ക് കാണാൻ ആഗ്രഹിക്കുന്ന എന്റെ പൊന്നുമോള് പത്മ നമ്മുടെ തൊട്ടടുത്ത് തന്നെയുണ്ട്. പക്ഷേ അവളെ നമ്മൾ കാണുന്നില്ല. അവള് നമ്മളെല്ലാരെയും കാണുന്നുണ്ട്. തെറ്റ് ചെയ്തു പോയത് ഈ ഞാന്. മകളുടെ ഇഷ്ടം മനസ്സിലാക്കാതെ പോയ ഒരമ്മയെ ഞാൻ. ഒരു വിളിപ്പാടകലെ അവളുണ്ട്. പക്ഷേ അവക്ക് നമ്മളെ നേരിട്ട് കാണാൻ തോന്നാത്തത് എന്താ? മീര എന്ന പേരില് അമ്മ എന്റെ മുൻപിൽ വന്നിട്ടുണ്ട്. എന്നെ ജീവനെ തുല്യം സ്നേഹിക്കുന്ന എന്റെ അമ്മ. എനിക്കെന്റെ മോളെ കാണണം. അവൾ എവിടെയാണെന്ന് ഒന്ന് കാണിച്ചു തരൂ ഭഗവാനെ. അമ്മമ്മ, അവളിൽ ഞാൻ ഒരേ ഒരു തെറ്റേ കണ്ടിട്ടുള്ളൂ. എന്റെ സങ്കല്പത്തിനനുസരിച്ചുള്ള ഒരു വിവാഹ ജീവിതം തെരഞ്ഞെടുത്തിട്ടില്ല എന്നുള്ള തെറ്റ്. അവള് ചെയ്തത് തെറ്റല്ല, പക്ഷേ അത് തെറ്റാണെന്ന് കണ്ടെത്തിയ ഞാനാ തെറ്റുകാരി. എനിക്ക് എന്റെ പൊന്നുമോളെ ഈ ജന്മത്തിൽ കാണാൻ പറ്റുമോ? പോണം വർമ്മ സാറേ. വാടക വീടാണെങ്കിലും താമസിക്കുന്ന വീടല്ലേ, അതിങ്ങനെ അടച്ചു പൂട്ടിയിടുന്നത് ശരിയല്ല. ദൈവം വേണ്ടുവോളം സമൃദ്ധിയും സൗഭാഗ്യവും സമ്പത്തും തന്നാലും അത് സ്വീകരിക്കില്ലെന്ന് വാശി പിടിക്കുന്നവരോട് ഞാനെന്ത് പറയാനാ? നിങ്ങൾ വാടക വീട്ടിൽ താമസിക്കേണ്ടവരാണോ? രാജുവിനും ഋതികയ്ക്കും കൂടി എത്ര വീടുകളുണ്ടെന്നറിയാമോ? രാധമെങ്കിലും വേണോട്ടനെന്ന് പറഞ്ഞു മനസ്സിലാക്കണം. ഞാനൊന്നും പറയില്ല സാറേ. ഇദ്ദേഹം എന്തു പറയുന്നു അതാ എനിക്ക് വേദവാക്യം. മറുത്തൊന്നും പറയില്ല. ഒടുവിൽ കർശനമായ ഒരു നിലപാട് ഞാൻ എടുക്കും. അത് വേണുവേട്ടനും രാജുവിനും അനുസരിക്കേണ്ടി വരും. അപ്പൊ ഞങ്ങൾ അറിഞ്ഞിട്ട് സാറേ. അല്ല, രാജുവും ജയനും വരുന്നില്ലല്ലോ. രാജുവിന് ഇവിടെ ഓഫീസിൽ ജോലിയുണ്ട്. പിന്നെ ജയൻ ചേച്ചിയുടെ സ്റ്റാഫും അല്ലേ. ഏട്ടൻ പറഞ്ഞത് വേണുട്ടൻ സീരിയസ് ആയിട്ട് എടുക്കില്ല. പക്ഷെ രാധമ്മ സീരിയസ് ആയിട്ട് എടുക്കണം. വാടക വീട് മാറണം. ശരി, എന്താ ഇവരെ വിടാനുള്ള കാർ റെഡിയല്ലേ? റെഡിയാണ് ഏട്ടാ. അമ്മയോട് യാത്ര പറഞ്ഞോ? പറഞ്ഞിട്ടുണ്ട് സാർ. എന്നാ ഞങ്ങൾ അങ്ങോട്ട്. ശരി, നിങ്ങൾ ചെല്ല. ഓ ശരി. ഞാൻ അതിനെ കുറിച്ചൊക്കെ അല്പം സീരിയസ് ആയിട്ട് സംസാരിക്കാനാ രാജുവിനെ ഇങ്ങോട്ട് വിളിച്ചത്. ഇവിടെയാണെങ്കി പിന്നെ പരിചയക്കാരുടെ ശല്യമില്ലല്ലോ. രാജുന് പോവാൻ തിടുക്കൊന്നുമില്ലല്ലോ. ഏയ്, എനിക്കൊരു തിടുക്കില്ല മേഡം. അന്ന് എങ്ങനെയോ രാജു എന്റെ കഴുത്തില് താലി കെട്ടിയില്ലേ, മനസ്സോടെ അല്ലാതെ. മേഡം, അന്ന് എന്റെ കഴുത്തില് രാജു താലി കെട്ടാൻ കാരണം എന്റെ അമ്മയല്ലേ. ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? അന്ന് രാജു എന്നെ കല്യാണം കഴിച്ചത് എന്റെ അമ്മ പറഞ്ഞിട്ടല്ലേന്ന്. അതെ. അപ്പോ എന്റെ അമ്മ തന്ന താലി കൊണ്ട് രാജു
എന്നെ കല്യാണം കഴിച്ചത്. എന്താ ഞാൻ ചോദിച്ചതിന് മറുപടിയില്ലേ? മാഡം ചോദിച്ചത് ശരിയാ. മാഡത്തിന്റെ അമ്മ തന്ന താലിയുണ്ട് മാഡത്തെ ഞാൻ കല്യാണം കഴിച്ച. മീര എന്ന് പറയുന്ന സ്ത്രീ തന്നെയാണ് എന്റെ അമ്മയെന്ന് രാജുന് നേരത്തെ അറിയായിരുന്നല്ലേ? ഇല്ല മാഡം, എനിക്കറിയില്ലായിരുന്നു. രാജുന് അറിയായിരുന്നു? ഇല്ല മാഡം, സത്യമായിട്ട് എനിക്ക് അറിയില്ലായിരുന്നു മാഡം. നോണ, രാജു നോണയാ പറയുന്നത്. അല്ല മാഡം, രാജു ഒരു നോണയനാ. മാഡം ഇത് ഒരു പബ്ലിക് പ്ലേസാ, ആളുകൾ ശ്രദ്ധിക്കാം. ശ്രദ്ധിക്കട്ടെ, എനിക്ക് പറയാതിരിക്കാൻ പറ്റൂ. രാജു എന്നെ പറ്റിക്കായിരുന്നു. മാഡം ഉണ്ടായ സത്യം ഞാൻ തുറന്നു പറയാം. അത് കേൾക്കാനുള്ള ക്ഷമ മാഡത്തിന് ഉണ്ടാവണം. എനിക്കൊന്ന് കേൾക്കണ്ട രാജു. മാഡം കേട്ടേ പറ്റൂ. മാഡത്തിന്റെ തെറ്റിദ്ധാരണ മാറ്റേണ്ടത് എന്റെ ആവശ്യം. അതുകൊണ്ട് മാഡം ഇത് കേൾക്കണം. അന്ന് എന്റെ അമ്മയുടെയും ആ രമ്യയുടെയും ശല്യം സഹിക്കാൻ വയ്യാതെ മാഡത്തെ മറന്ന് നാട് വിടാൻ ഞാൻ തീരുമാനിച്ചത് ഒരു ലെറ്റർ എഴുതി വെച്ചിട്ട്.